ശക്തി ബാൻഡ് എന്ന് പറയുന്ന ജോൺ മക്ലോഫിൻ, ശങ്കർ മഹാദേവൻ, അതൊരു അന്യായ ലൈനപ്പാണ്. അവരുടെ മിക്ക ലൈവും ഞാൻ ഈ ശക്തിയുടെ യൂട്യൂബിൽ എൽ ശങ്കർ, പിന്നെ ഇപ്പം ഗണേഷില് ഗണേഷ് ഉണ്ട്. അപ്പൊ ഇവരെല്ലാരും ലാസ്റ്റ് ഇയർ ഗ്രാമി അടിച്ചു. ഗ്രാമി അവാർഡ് സാറ് റിസീവ് ചെയ്തു. 4 ഗ്രാമി എന്തോ ഓൾറെഡി റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാം തികഞ്ഞാണ് അദ്ദേഹം. ശരിക്കും പറഞ്ഞ ഒരു മ്യൂസിഷ്യൻ എന്തൊക്കെ ചെയ്യാവോ, ലൈക്ക് ഈവൻ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട് ഈ വാനപ്രസ്ഥത്തിൽ, അതുപോലത്തെ പല വർക്ക്സും. പിന്നെ ഒരുപാട് ആർട്ട് ഫോംസിൻ്റെ എന്താ പറയുക കോമ്പിനേഷൻസ്. ഇപ്പം തബലയായിട്ട് പല ഫ്യൂഷൻസ്, ഇപ്പം നോട്ട് മനസ്സിൽ വിചാരിക്കാത്ത പല കാര്യങ്ങളും, ഇപ്പം ഡാൻസ് ഫോംസ് ആയിട്ടുള്ളതും അല്ലാതെ ഉള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ടുള്ള ഫ്യൂഷനും അല്ലാതെ അങ്ങനെ കുറേ ഇന്നോവേഷൻസ് പുള്ളി തന്നെ ചെയ്തിട്ടുണ്ട്. വളരെയധികം കോൺട്രിബ്യൂഷൻസ് ആണ് നടത്തിയിട്ടുള്ളത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു തബലിസ്റ്റിന് എവിടെ വരെ എത്താമെന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു. ഗ്രാമി വരെ അദ്ദേഹം എത്തിയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നഷ്ടമാണ് ഈ ഒരു ലോകത്ത്. കാരണം ആർക്കും ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹം പോയി എന്നുള്ളത്. എനിക്കും വലിയ ന്യൂസ് ആദ്യം കേട്ടപ്പോൾ ഭയങ്കര വിഷമമാണ്. കാരണം ഇനിയും ഒരുപാട് വർഷം അദ്ദേഹം ഇപ്പോൾ എന്താ പറയുക പണ്ട് പാലിച്ച പോലെ തന്നെ ഇപ്പോഴും വായിക്കുമായിരുന്നു. ഒരു വായനയിലൊന്നും ഒരു ഇതും ഇല്ലായിരുന്നു. അങ്ങനെ അതുപോലൊരു ലെജൻഡായിരുന്നു. സോ വി ഓൾ മിസ് യു സർ. അദ്ദേഹം എന്തായാലും നമുക്ക് കുറേ ആൽബംസ്, ഈ പറഞ്ഞ കാഷ്, എനിക്ക് തോന്നുന്നു ഹരിജിയുടെ ആൽബം ഒക്കെ വായിച്ചിരിക്കുന്നത്, അതൊക്കെ സക്കീർ ഹുസൈനാണ് വായിച്ചിരിക്കുന്നത്. ഹാസിർ അല്ലേ? യെസ്, സോറി, ഹാസിർ ഏതൊരു ആൽബം ഞാനത് അത് തബല മെയിൻ ആണ്. ഹരിഹരൻ സാറിനെ അവരെ കുറച്ച് താത്ത വെച്ചേക്കുന്ന ലെവൽ അത്. അസാധ്യ ആൽബം. ആ സോങ് അതിൽ വരുന്നതാണല്ലേ ഹാസിർ കാഷ്. ഓക്കെ, അത് സക്കീർ ഹുസൈൻ അല്ലേ വായിച്ചത്? ക്യാഷ് ഇവിടെ ഉണ്ട്. അപ്പൊ അത് ഞാൻ അറിഞ്ഞിട്ടുള്ളത് സക്കീർ ഹുസൈൻ സാറാണ് വായിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് വർക്ക്സ് ഇപ്പോഴാണ് എല്ലാവരും റീൽസൊക്കെ ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഐ വാസ് എ ട്രൂ ഫോളോവർ. ഒരുപാട് വർക്ക്സ് അദ്ദേഹത്തിൻ്റെ കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മെമ്മറി സൂപ്പർ സ്റ്റാറിൽ ഷെയർ ചെയ്യാൻ പറ്റിയില്ല. ഐ എം സോ ഹാപ്പി.